മടങ്ങുന്ന യാത്രയിൽ രണ്ടാളും അധികമൊന്നും സംസാരിച്ചില്ല. കണ്ണനാണെങ്കിൽ വളരെ പതുക്കെയാണ് വണ്ടി ഓടിച്ചത്. ബാപ്പുടിയുടെ കാറായിരുന്നു എടുത്തത്. കല്ലുവിനോടാണെങ്കിൽ ഹോട്ടലിൽ നിന്നും ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞുവെങ്കിലും വൊമിറ്റ് ചെയ്യുമെന്നും പറഞ്ഞ് അവൾ ഒഴിഞ്ഞു മാറി. ഇടയ്ക്ക് അവൾക്കൊരു ഓറഞ്ച് ജ്യൂസ് അവൻ മേടിച്ചു കൊടുത്തു. അതിനുശേഷം കുറച്ച് സമയം കഴിഞ്ഞാണ് അവൻ വണ്ടി ഓടിച്ചത്. കല്ലു, എന്തോ? നീ എന്താ മിണ്ടാത്തത്? കുഞ്ഞിന് എന്തെങ്കിലും കുഴപ്പം വരുവേട്ടാ? ഏയ്, ഒന്നുമില്ല എൻ്റെ മോളെ. നീ ഇത്തിരി ഭക്ഷണമൊക്കെ കഴിച്ചെന്ന് സെറ്റായാൽ മതി. ആ, ഡോക്ടർ പറഞ്ഞപ്പോൾ എനിക്കാകെ പേടി. ഇല്ലടാ, നീ അതൊന്നും ഓർത്ത് പേടിക്കണ്ട. അവർ അങ്ങനെയൊക്കെയല്ല പറയൂ. അപ്പോഴേക്കും രാജി വിളിച്ചു. ഹോസ്പിറ്റലിൽ പോയി വിവരം തിരക്കാൻ. ഡോക്ടർ പറഞ്ഞ കാര്യം അവൻ അവളോട് പറഞ്ഞു. എന്നോടും ഈ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞതായിരുന്നു. അത് പേടിക്കണ്ട കേട്ടോ കല്ലു. സത്യമാണോ ചേച്ചി? അതേടാ, എനിക്കും അധികം വണ്ണമൊന്നുമില്ലായിരുന്നു. എന്നിട്ട് മോനെ വിശേഷമായി കഴിഞ്ഞ് 5-6 മാസമായപ്പോൾ തടിയൊക്കെ വെച്ച് തുടങ്ങിയത്. ഓ എൻ്റെ ചേച്ചി, എനിക്കിപ്പോൾ സമാധാനമായത്, അവൾ ദീർഘശ്വാസത്തോടെ പറഞ്ഞു. ഒന്നും പേടിക്കണ്ട കല്ലു, ഒരു കുഴപ്പവും വരില്ല കേട്ടോ. എന്നാൽ ശരി, ഞാൻ വെച്ചേക്കുക, വൈകിട്ട് വിളിക്കാം. ഓക്കെ ചേച്ചി. ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞ് കല്ലുവിന് സമാധാനമായി. പേടിയൊക്കെ മാറിയോ? വേട്ടാ. എന്നാ നീ ഇവിടെ ഇരിക്കുക, ഞാനേ കുറച്ച് ലഡുവും ജിലേബിയും ഒക്കെ മേടിക്കട്ടെ. ശ്രീകുട്ടി ഇല്ലെങ്കിൽ ചിലവ് ചെയ്യാൻ പറഞ്ഞ് എന്നെ വീണ്ടും ഇവിടേക്ക് വിടും. ഏട്ടൻ പോയിട്ട് വാ, അവൾ ചിരിച്ചു. അവനാണെങ്കിൽ അവിടെ നിന്ന് കുറച്ച് ബദാം പരിപ്പും ഉണക്കമുന്തിരിയും കശുവണ്ടി പരിപ്പും ഒക്കെ മേടിച്ചു. കൂടാതെ മാതളവും ഏത്തപ്പഴവും. ഇതെന്തേട്ടാ, ഒരുപാടുണ്ടല്ലോ. ഇതൊക്കെ കഴിച്ചണം കേട്ടോ. 2 ആഴ്ച കഴിഞ്ഞ് ചെല്ലുമ്പോൾ ഡോക്ടർ ഞെട്ടണം, അവൻ വണ്ടി എടുത്തുകൊണ്ട് പറഞ്ഞു. വീട്ടിലെത്തിയപ്പോൾ 3 മണിയായിരുന്നു. ഡോക്ടർ എന്നാ പറഞ്ഞു മോളെ? കുഴപ്പമില്ലമ്മേ, പിന്നെ ഇത്തിരി കൂടി വെയിറ്റ് വയ്ക്കാൻ പറഞ്ഞു. ആണോ? വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ? ഇല്ലമ്മേ. പിന്നെ കോളേജിൽ ഈ വർഷം പോകണ്ട, കുഞ്ഞുണ്ടായിക്കഴിഞ്ഞ് പോയാൽ മതി എന്ന് പറഞ്ഞു. അതെയോ? അതെന്നെ പറ്റി മോളെ? അതമ്മേ, വെയിറ്റ് കുറവായത് കൊണ്ടാകും. എന്നും കോളേജിലൊക്കെ പോയി വരുന്നത് കുഞ്ഞിന് ദോഷമാകും. കുറച്ച് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. കണ്ണനാണത് പറഞ്ഞത്. എന്നാൽ പിന്നെ ഇതൊക്കെ കഴിയട്ടെ അല്ലടാ, എന്നിട്ട് മതി പഠിത്തമൊക്കെ. ആ അതെ, കണ്ണനും അത് ശരി വെച്ചു. മോളെ, പോയി വേഷമൊക്കെ മാറി വാ, എന്നിട്ട് ചോറെടുത്ത് കഴിക്കുക. ശരി അമ്മേ. രണ്ടാളും കൂടി ഇരുന്ന് ഭക്ഷണം കഴിച്ചു. ചീരത്തോരനും മോരുകറിയും കിളിമീൻ വറുത്തതുമായിരുന്നു കറികൾ. കല്ലു ഇത്തിരി കഴിച്ച് എഴുന്നേറ്റപ്പോൾ കണ്ണൻ അവളെ വഴക്കു പറഞ്ഞു. പിന്നെ കഴിച്ചോളാം ഏട്ടാ, പ്ലീസ്. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല കല്ലു, എന്തെങ്കിലുമൊക്കെ കഴിക്കണം കേട്ടോ, ഇല്ലെങ്കിൽ ശരിയാവില്ല. അവൻ ചെറുതായി അവളെ വഴക്കു പറഞ്ഞു. പിന്നീട് അവൾ ഇത്തിരി ചോറും കൂടി എടുത്ത് കഴിച്ചു. മുറ്റത്തൊരു വണ്ടി വന്ന് നിന്നു. നോക്കിയപ്പോൾ അച്ചമ്മയൊക്കെയാണ്. അയ്യോ, ദേ അച്ചമ്മ വന്നു. അവൾ അവിടെ അടുത്തേക്ക് ഓടി. കല്ലു, പതുക്കെ, അവർ ഇങ്ങോട്ടല്ലേ വരുന്നത്? കണ്ണൻ വിളിച്ചു പറഞ്ഞു. മോളെ, സൂക്ഷിച്ചു, നീ ഇങ്ങനെ ഓടരുത് കേട്ടോ, വയറ്റിൽ ഒരാൾ കൂടെ ഉണ്ട്. അവൾ കെട്ടിപ്പിടിച്ചുകൊണ്ട് അച്ചമ്മ പറഞ്ഞു. കയ്യിലിരുന്ന പലഹാരപ്പൊതി അപ്പച്ചി അവൾക്ക് കൊടുത്തു. ശോഭയും രാജനും കണ്ണനുമൊക്കെ കൂടി അവരെ അകത്തേക്ക് സ്വീകരിച്ചു. ശോഭ വേഗം ചായക്ക് വെള്ളം വെക്കാനായി പോയി. അപ്പോഴേക്കും കണ്ണൻ അമ്മയുടെ അടുത്തേക്ക് ചെന്നു. അമ്മേ, ഇവർക്ക് എന്തു കൊടുക്കും? നീ ആ പീടികയിൽ പോയിട്ട് എന്തെങ്കിലും മേടിച്ചുകൊണ്ട് വാ. അവൻ ഇപ്പോൾ വരാമെന്നും പറഞ്ഞ് വേഗം ഇറങ്ങി. പഴംപൊരിയും വടയും ഒക്കെ മേടിച്ച് അവൻ തിരികെ വന്നത്. അവർക്കതെല്ലാം കൂട്ടി ചായ കൊടുത്തു. 1 മണിക്കൂർ ഇരുന്ന ശേഷം അവർ യാത്ര പറഞ്ഞു പോയത്. അന്ന് വൈകുന്നേരം ശ്രീകുട്ടി കൂടി എത്തിയതോടെ അവിടാകെ സന്തോഷം നിറഞ്ഞ അന്തരീക്ഷമായിരുന്നു. കല്ലുവും ഓർത്തുപോയി, അമ്മയ്ക്ക് പോലും തന്നെ ഇത്രമാത്രം സ്നേഹിക്കാൻ അറിയോ എന്ന്. രാജി 2-3 വട്ടം അന്ന് ഫോൺ വിളിച്ചു. ഓരോരോ ഉപദേശമൊക്കെ അവൾക്ക് കൈമാറി. അന്ന് രാത്രിയിൽ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് കല്ലുവും ശ്രീകുട്ടിയും ഇത്തിരി സമയം വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു. കല്യാണം അടുത്ത് വരികയാണ്. ഈ ആഴ്ചയോടെ ശ്രീകുട്ടിയുടെ എക്സാം കഴിയും. അതിനുശേഷം ഡ്രസ്സ് എടുക്കാൻ പോകാമെന്നാണ് അവളുടെ തീരുമാനം. വിവാഹ സാരിയെക്കുറിച്ച് ഓർണമെൻറ്റ്സിനെ പറ്റിയുമൊക്കെ കല്ലുവിനോട് ഒരു അഭിപ്രായം പറയുന്നുണ്ട് അവൾ. കുറച്ച് സമയം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ സുനീഷിൻ്റെ കോൾ വന്നു. കല്ലുവിനെ ഇന്ന് കണ്ണിറക്കി കാണിച്ചിട്ട് അവൾ ഗുഡ് നൈറ്റും പറഞ്ഞിട്ട് റൂമിലേക്ക് പോയി. എവിടെയായിരുന്നു ഇത്രയും സമയം? ഞാൻ ശ്രീകുട്ടിയോട് സംസാരിക്കുകയായിരുന്നു ഏട്ടാ. വന്ന് കിടക്കാൻ നോക്കു പെണേ, നേരം ഒരുപാടായി. 10 മണി കഴിഞ്ഞതല്ലേ ഉള്ളൂ. അവൾ ക്ലോക്കിലേക്ക് നോക്കി. എന്നിട്ട് അവൻ്റെ അരികിലായി വന്ന് കിടന്നു. കണ്ണൻ അവളെ നെഞ്ചോട് ചേർന്ന് കിടക്കുകയാണ്. ഒരു കയ്യിൽ അവളുടെ വയറിന്മേലും പൊതിഞ്ഞാണ് അവൻ്റെ കിടപ്പ്. കലു, നീ നന്നായി ശ്രദ്ധിക്കണം കേട്ടോ, മഴയൊക്കെ പെയ്ത് കിടക്കുന്നതാണ്. ഇറയത്തോടെ നടക്കുമ്പോൾ സൂക്ഷിക്കണം. ശരി ഏട്ടാ. ആഹാരം കഴിച്ചോണം. പിന്നെ ഏത്തപ്പഴമൊക്കെ ഇരിപ്പുണ്ട്, കഴിച്ചോളാം ഏട്ടാ. നാളെ മുതൽ തോമാച്ചേട്ടൻ പാല് 1 ലിറ്റർ കൊണ്ടുവന്ന് തരും. ഇനി കവർ പാൽ മേടിക്കുന്നില്ല. ശോ എൻ്റെ ഏട്ടാ, അതൊന്നും സാരില്ല. സാരമുണ്ട്, നിനക്കല്ല, എൻ്റെ മോൾക്ക്. അല്ലടാ പൊന്നെ. അവൻ കല്ലുവിൻ്റെ വയറിൽ തലോടി. മോളോ? എന്തേ? അത് ഏട്ടൻ എങ്ങനെ അറിയാം? അതൊക്കെ നീ കണ്ടു.
ഏട്ടനെന്താ അങ്ങനെ തോന്നിയത്? അത് നീ വിശ്വസിക്കോ കലു? ഏട്ടൻ പറയേ, ഞാൻ എന്തൊരു സ്വപ്നം കണ്ടു. നമ്മൾ രണ്ടാളും കൂടി ഒരു കുഞ്ഞു വാവയെ എടുത്തുകൊണ്ട് ഈ മുറ്റത്ത് കൂടി നടക്കുന്നത്. അതെയോ, സത്യമാണോ ഏട്ടാ? അവളുടെ മുഖം വിടർന്നു. സത്യം. അച്ചോടാ, എനിക്കും കാണാൻ കൊതിയാകും ഏട്ടാ. അതിരിക്കട്ടെ ഏട്ടാ, പെൺകുഞ്ഞാണ് ഏട്ടൻ എങ്ങനെ മനസ്സിലായി? തമ്പുരുക്കുട്ടിയെന്ന് നീ വിളിച്ച കുഞ്ഞിനെ ആണോ? ശോ, ആരുടെ മുഖച്ഛായാണാവോ? അതിന് 10 മാസം കാത്തിരുന്നില്ലേ പറ്റൂ. ഈ കാത്തിരിപ്പ് ഒരു വല്ലാത്ത കഷ്ടമാണല്ലേ ഏട്ടാ? അതെ. എന്തായാലും എല്ലാം ദൈവനിശ്ചയം. അതെ കലു, പ്രപഞ്ചമെന്ന സത്യം എത്രയോ മഹത്വപൂർണ്ണമാണ്. ഈശ്വരൻ നമുക്കൊക്കെ തന്ന ഈ ജീവിതമുള്ള സൗകര്യങ്ങൾ വെച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ വേണം നമ്മളൊക്കെ പഠിക്കേണ്ടത്. കണ്ണൻ പിന്നെയും എന്തൊക്കെയോ സംസാരിച്ചു കൊണ്ടിരുന്നു. അല്പം കഴിഞ്ഞ് നോക്കിയതും കല്ലുവാണെങ്കിൽ നല്ല ഉറക്കത്തിലായിരുന്നു. ഉറങ്ങിയോ പെണ്ണ നീ? അവനവളെ നോക്കി അല്പസമയം കിടന്നു. ഈശ്വര, എൻ്റെ കല്ലുവിന് ഒരാപത്തും വരാതെ അവളെ നോക്കിക്കോണേ. ഡോക്ടർ ഓരോന്ന് പറഞ്ഞ് കേട്ടത് മുതൽ ആകെ ഒരു വെപ്രാളാണ്. അവർ പറഞ്ഞതുപോലെ കുറച്ചുകൂടെയൊക്കെ കല്ലുവിന് ആരോഗ്യം വേണം. പല പല ചിന്തകളിൽ കൂടി ഉഴറി നടന്നു. എപ്പോഴോ അവന് ഉറക്കത്തിലേക്ക് വഴുതി വീണു. അടുത്ത ദിവസം കാലത്ത് കല്ലുവിനെ വിളിച്ചുണർത്തിയത് അവളുടെ കൂട്ടുകാരി മരിയുടെ ഫോൺ കോളാണ്. ഹലോ. കലു, നീ എഴുന്നേറ്റോ? ഇല്ലടി. നീ എന്താ കാലത്തെ വിളിച്ചത്? ഇന്നു മുതൽ കോളേജിൽ ആപ്ലിക്കേഷൻ ഫോം കൊടുക്കാൻ തുടങ്ങും. നീ എപ്പോഴേക്കും വരും? അതൊക്കെ അടുത്തും കല്ലുവിൻ്റെ മുഖം പാടി. ഹലോ എടി, കേൾക്കുന്നില്ലേ? മരിയ വീണ്ടും ചോദിച്ചു. നീ എപ്പോൾ വരും? അത് ഞാൻ വരുന്നില്ല മരിയ. അവളെ ശബ്ദം ചിലമ്പിച്ചു. അതെന്താ? കല്ലു അവളോട് കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു. ഗുഡ് ന്യൂസ് ഉണ്ടായിട്ട് നീ പറഞ്ഞില്ലല്ലോ. ഇന്നലെയാണ് ഹോസ്പിറ്റലിൽ പോയത്. ഓക്കെ. അപ്പോൾ നീ വരുന്നില്ല അല്ലേ? ഇല്ലടി, ഡോക്ടർ പറഞ്ഞ സ്ഥിതിക്ക് ഈ വർഷം വേണ്ടെന്നാണ് എൻ്റെ തീരുമാനം. അതാണ് നല്ലത്. ഇല്ലെങ്കിൽ പിന്നെ റിസ്ക് എടുത്ത് വരേണ്ടി വരും. കുറച്ച് സമയം കൂടി സംസാരിച്ചിട്ട് അവൾ ഫോൺ വെച്ചു. അവരുടെ സംഭാഷണമൊക്കെ കേട്ടുകൊണ്ട് കണ്ണൻ ഉറക്കം നടിച്ച് കിടക്കുകയാണ്. അപ്പോഴും കല്ലുവിന് പഠിക്കാൻ പോകാത്തതിൻ്റെ നല്ല വിഷമമുണ്ടെന്ന് കണ്ണനും അറിയാം. പക്ഷെ എന്ത് ചെയ്യാൻ? ഇപ്പം പ്രധാനം കുഞ്ഞിൻ്റെയും കല്ലുവിൻ്റെയും ആരോഗ്യമാണ്. അതുകൊണ്ട് അവൻ അവളോടൊന്നും സംസാരിക്കാൻ പോയില്ല. കല്ലു അടുക്കളയിൽ ചെല്ലുമ്പോൾ ശോഭയും ശ്രീകുട്ടിയും ഓരോ ജോലികളിലാണ്. അവൾക്കൊരു ഗ്ലാസ് കാപ്പി എടുത്ത് ശോഭ കൊടുത്തു. ഞാൻ എടുത്തോളാം അമ്മേ. ശോഭ അപ്പോഴേക്കും 2-3 റസ്കും കൂടി എടുത്തു കൊണ്ടുവന്നു. അയ്യോ, ഇതൊന്നും വേണ്ടമ്മേ. ചുമ്മാതെ കാപ്പി കുടിക്കുമ്പോൾ ചിലപ്പോൾ ഓക്കാനിക്കാൻ തോന്നും. അതുകൊണ്ട് ഇത് കൂട്ടി കഴിക്കുമോളെ, അവർ വിശദീകരിച്ചു. മാർത്തൊന്നും പറയാതെ കല്ലു അത് കഴിച്ചു. രാജി ചേച്ചിക്ക് അമ്മ ഇങ്ങനെയായിരുന്നു കല്ലു. ചേച്ചിയാണെങ്കിൽ കഴിക്കാൻ മടിയായിരുന്നു. അമ്മ നല്ല വഴക്ക് പറയും. അപ്പോൾ ഒന്നും മിണ്ടാതെ കഴിച്ചിട്ട് പോകും. ചിരിക്കുന്ന ആൾക്കാരും ഇത്തിരി ഇട്ട് വാരിയിട്ട് കൊണ്ടുവന്ന് ശ്രീകുട്ടി അവളോട് പറഞ്ഞു. കല്ലു വെറുതെ ചിരിച്ചുകൊണ്ടിരുന്നു. മോളെ, എന്താ അമ്മേ? കണ്ണൻ എഴുന്നേറ്റില്ലേ? ഇല്ല, പാല് മേടിക്കാൻ വിടായിരുന്നു. അതമ്മേ, തോമാച്ചേട്ടൻ കൊണ്ടുവന്ന് തരും. ആണോ? പറഞ്ഞിട്ടുണ്ടോ? ഇന്നലെ രാത്രിയിൽ എന്നോട് അങ്ങനെ പറഞ്ഞു. അതാ നല്ലത്. ഈ കവർ പാലൊന്നും കൊള്ളില്ല. ശോഭ അടുക്കളപ്പുറത്തേക്ക് ഇറങ്ങി. ചൂലെടുത്ത് മുറ്റമടിച്ച് വരാനായിപ്പോയി. സാധാരണ കല്ലുവായിരുന്നു ചെയ്യുന്നത്. പക്ഷെ ശോഭ പറഞ്ഞു അവളോട് കറിക്ക് ഒക്കെ നുറുക്കി വെച്ചാൽ മതിയെന്ന്. കണ്ണൻ 6 മണിയായപ്പോൾ ഉണർന്നു വന്നു. വേഗം തന്നെ കുളിച്ച് റെഡിയായി. ഇത്തിരി കട്ടനും കുടിച്ചിട്ട് അവൻ വണ്ടിയിൽ പോയി. ശോഭയാണെങ്കിൽ ഏത്തപ്പഴവും മുട്ടയും 2 വീതം പുഴുങ്ങിയെടുത്ത് കല്ലുവിനും അച്ഛനും കൊടുത്തു. അമ്മയോടും ശ്രീകുട്ടിയോടും കല്ലു കഴിക്കാൻ പറഞ്ഞുവെങ്കിലും അവർ രണ്ടാളും സമ്മതിച്ചില്ല. ഞങ്ങൾക്കൊക്കെ അല്ലിപ്പോൾ ഇതിൻ്റെ ആവശ്യം. നീ എന്തെങ്കിലും നമുക്ക് കഴിച്ച് മിടുക്കിയായിട്ടിരിക്കുക. കല്ലുവിൻ്റെ കവിളിൽ തട്ടി ശ്രീകുട്ടി കോളേജിലേക്ക് പോയി. ഒരു 11 മണിയായപ്പോൾ രാജിയും സുമേഷും കൂടെ നിറയെ പലഹാരമൊക്കെ മേടിച്ചുകൊണ്ട് കല്ലുവിനെ കാണാനെത്തി. വന്നപ്പോഴെ രാജി അവളെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു. കല്ലു, കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഏയ് ഇല്ല ചേച്ചി, എന്നാലും സൂക്ഷിച്ചോണം. നീ ഇന്നലെ മുതൽ തുടങ്ങിയ ഉപദേശമല്ലേ രാജിയെ, ഇനി നിർത്ത്. രാജൻ പറയാൻ തുടങ്ങിയതും ശോഭ അവർക്ക് ഓരോ ഗ്ലാസ് നാരങ്ങ വെള്ളം എടുത്തുകൊണ്ട് വരികയായിരുന്നു. അവർ മകളെ ശാസിച്ചു. അതല്ലേലും നേരാണ് അമ്മേ. ഇവൾക്കാണെങ്കിലും ഇരിക്കപ്പുറതിയില്ലായിരുന്നു. സുമേഷ് അമ്മയുടെ പക്ഷം ചേർന്നു. രാജിമോളെ, നീ കുഞ്ഞിനെ കൊണ്ടുപോയി കിടത്തിക്കേ. അവർ നല്ല ഉറക്കത്തിലാണ്. അച്ഛൻ പറഞ്ഞപ്പോൾ അവൾ കയ്യിലിരുന്ന കുഞ്ഞിനെ റൂമിലേക്ക് നടന്നു. പിന്നാലെ കല്ലുവും പോയി. ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞ് അവർ യാത്ര പറഞ്ഞു പോയത്. കണ്ണനെത്തിയപ്പോൾ 3 മണിയായിരുന്നു. അവൻ്റെ കയ്യിൽ ഒരു കവറുണ്ടായിരുന്നു. റൂമിലെത്തിയപ്പോൾ കല്ല് ചെറിയ മയക്കത്തിലാണ്. അമ്മയും അച്ഛനും അവരുടെ മുറിയിലും. അവൻ വേഷമൊക്കെ മാറി. ഏട്ടൻ വന്നോ? എത്തിയതേയുള്ളൂ. ഊണ് കഴിച്ചോ? ഇല്ല, ഞാൻ എടുത്ത് വെക്കാം. നീ കഴിച്ചോ? ഉവ്, ചേച്ചിയുടെ ഒപ്പം. ഇതെന്താ ഈ കവറിൽ? തുറന്നു നോക്ക്. അവൻ അവളുടെ കയ്യിലേക്ക് അത് കൊടുത്തു. കല്ല് നോക്കിയപ്പോൾ LDCയുടെ പരീക്ഷാ സഹായിയാണ്. 5 മാസം കൊണ്ട് നിനക്ക് പഠിക്കാൻ. നന്നായിരുന്നു പഠിക്കല്ലോ. കോളേജിൽ പോകാൻ പറ്റാത്തതിൻ്റെ വിഷമവും മാറും. അവൻ പറഞ്ഞു. താങ്ക്സ് ഏട്ടാ. ഞാൻ സത്യം പറഞ്ഞാൽ
ഏട്ടനോടൊരു ടെക്സ്റ്റ് കൂടി മേടിക്കുന്ന കാര്യം പറയണമെന്ന് കരുതിയായിരുന്നു. പിന്നെ കോളേജിൽ പോകുന്നുണ്ടെങ്കിൽ എല്ലാത്തിനും കൂടി സമയമില്ലല്ലോ എന്നോർത്തു. കുഞ്ഞുവാവയൊക്കെ വന്നു കഴിഞ്ഞ് നമുക്ക് കോളേജിൽ പോകാം. ഇപ്പോൾ ഇതൊക്കെ വായിച്ചു പഠിക്ക്. എൻ്റെ മോള് കേൾക്കട്ടെ അമ്മ പഠിക്കുന്നത്. അവൻ അവളെ നെറുകയിൽ മുത്തിക്കൊണ്ട് അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. ഏട്ടൻ വാ, ഞാൻ ഊണെടുത്ത് വെക്കാം. ഇത്തിരി കൂടി കഴിയട്ടെ, നീ ഇവിടെ നിൽക്ക്, ഞാൻ എൻ്റെ മോളോടൊന്ന് സംസാരിക്കട്ടെ. അവൻ അവളുടെ അണിവയറിലേക്ക് തൻ്റെ അതരം ചേർത്തു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കല്ലുവിന് ചെറിയൊരു വയറുവേദന പോലെ തോന്നി. അവർ ഹോസ്പിറ്റലിൽ പോയിരുന്നു. കുഴപ്പമില്ല, പ്രൈമറി ആയതുകൊണ്ടാണ് എന്ന് പറഞ്ഞ് അവർ ഡോക്ടർ പ്രീതി. വെയിറ്റ് നോക്കിയപ്പോൾ 1 കിലോ അടുത്തവൾക്ക് കൂടിയിട്ടുണ്ട്. ആഹാ, കാളത്തി താൻ ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങി അല്ലേ, മിടുക്കി. ഇങ്ങനെ ആവണം കേട്ടോ, അവർ അവളെ പ്രശംസിച്ചു. താൻ പഠിക്കാൻ പോകുന്നുണ്ടോ? എന്തായി തീരുമാനം? അത് ഡോക്ടർ, ഞാൻ കുഞ്ഞു വന്നതിന് ശേഷം പഠിക്കാൻ പോകാൻ തീരുമാനിച്ചത്. ഇപ്പോൾ PSC ടെസ്റ്റ് എഴുതാനുള്ള തയ്യാറെടുപ്പിലാണ്. ഓഹോ, ഓക്കെ, അത് നല്ലതാണ് കേട്ടോ, താനിരുന്ന് പഠിക്കും. ശരി ഡോക്ടർ. ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങിയേ കല്ലുവിന് ചെറിയൊരു ആഗ്രഹം, ചിക്കൻ ബിരിയാണി കഴിക്കാൻ. കണ്ണേട്ടാ. അതെ, എന്താ കല്ലു? എനിക്കൊരു സാധനം മേടിച്ച് തരുമോ? എന്താ വേണ്ടത്? അത് ഒരു ചിക്കൻ ബിരിയാണി. ആഹാ, അതിനാണോ ഇത്രയും ആമുഖം? തരക്കേടില്ലാത്ത ഒരു ഹോട്ടലിൻ്റെ മുന്നിൽ കണ്ണൻ വണ്ടി ഒതുക്കി. രണ്ടാളും കൂടി ഇരുന്ന് ചിക്കൻ ബിരിയാണി കഴിച്ചു. 2 എണ്ണം അവൻ പാഴ്സൽ മേടിക്കാനും മറന്നില്ല. തിരികെ വീട്ടിലെത്തിയപ്പോൾ ശോഭയും രാജനും ഊണ് കഴിക്കുമായിരുന്നു. കല്ലുവിൻ്റെ വിവരം വിളിച്ച് ചോദിച്ചിരുന്നു അവർ. പാഴ്സൽ കൊണ്ടുപോയി അവൻ മേശമേൽ വെച്ചു. ഊണ് കഴിച്ചോടാ നിങ്ങൾ? കഴിച്ചു. കല്ലു, ഇത്തിരി ചോറ് കൂടി കഴിക്ക്. ഇപ്പം വേണ്ടമ്മേ, ഞാൻ കുറച്ച് കഴിഞ്ഞ് കഴിച്ചോളാം. അവൾ ഡ്രസ്സ് മാറിയിട്ട് അല്പസമയം പോയി കിടന്നു. ഇടയ്ക്കൊക്കെ തലകറക്കവും ഓക്കാനവുമുണ്ട്. കണ്ണനാണെങ്കിൽ ചെറിയൊരു ഓട്ടം എന്നും പറഞ്ഞ് വീട്ടിലേക്ക് പോയിരുന്നു. ദിവസങ്ങൾ പിന്നിട്ടുകൊണ്ടിരുന്നു. ശ്രീകുട്ടിക്ക് പരീക്ഷയെല്ലാം കഴിഞ്ഞു. പിന്നീട് അങ്ങോട്ട് കല്യാണ തിരക്കുകൾ തുടങ്ങിയിരുന്നു. ഇന്നാണ് സ്വർണ്ണമെടുക്കാൻ പോകുന്നത്. കല്ലുവിനെ ശ്രീകുട്ടി നിർബന്ധിച്ചുവെങ്കിലും അവൾ പോയില്ല. കാരണം കാലത്തെ മുതൽ തുടങ്ങിയ ഛർദിയാണ്. അതുകൊണ്ട് അവൾക്ക് ആകെ ക്ഷീണവും. 2-3 ദിവസമായിട്ട് ഇത് തന്നെയാണ് അവസ്ഥ. ഉച്ചയാകണം കട്ടിൽ നിന്നൊന്ന് തല പൊങ്ങുമ്പോൾ. അതുവരെ അവൾ ചുരുണ്ടുകൂടി കിടക്കും. രാജിയും എത്തിയിരുന്നു സ്വർണ്ണമെടുക്കാൻ പോകാൻ. കല്ലുവിന് വയ്യാത്തത് കൊണ്ട് ശോഭ പോയില്ല. രാവിലെ 10 മണിയായപ്പോൾ അവർ 3 പേരും കൂടി പുറപ്പെട്ടു. ചീരയില തോരനും പുളിശ്ശേരിയും മീൻ വറുത്തതുമായിരുന്നു ഉച്ചത്തേക്ക് ശോഭ ഉണ്ടാക്കിയ വിഭവങ്ങൾ. മോളെ, എഴുന്നേറ്റ് ഇത്തിരി ചൂട് കഞ്ഞി കുടിക്ക് വാ, ശോഭ വിളിച്ചു. വേണ്ടമ്മേ, ഇപ്പോൾ ഒന്നും വേണ്ട, ഇത്തിരി കഴിഞ്ഞു മതി. ഇങ്ങനെ കിടന്നാൽ വയറ്റുള്ളത് കൂടി പട്ടിണി ആകില്ലേ കല്ലുവേ? ഭയങ്കര ക്ഷീണമാണമ്മേ. 3 മാസത്തേക്ക് കാണും മോളെ, അത് കഴിഞ്ഞ് മാറും. പിന്നെ നമ്മൾ ഉഷാറാകില്ലേ? അവളൊരു വരണ്ട ചിരി ചിരിച്ചു. അവർ വിളിച്ചോ അമ്മേ? ഇല്ല മോളെ, ഇത്തിരി കഴിഞ്ഞ് വിളിച്ചു നോക്കാം. അമ്മേ, എന്താ കല്ലു? ഇത്തിരി ഉള്ളിത്തീയിൽ വെക്കാമോ? അതുകൊണ്ട് ചോറിനാനൊരു മോഹം. വെച്ച് തരാം, നീ ഒന്ന് വയർ നിറച്ച് കഴിച്ചാൽ മതി. കല്ലു ഒന്ന് പുഞ്ചിരി തൂകി. ശോഭ അടുക്കളയിലേക്ക് പോയി കുറച്ച് ഉള്ളിയെടുത്ത് വെള്ളത്തിലേക്ക് ഇട്ടു. എന്നിട്ട് തൊടിയിൽ നിന്നും വീണ് കിട്ടിയ ഒരു ഉണങ്ങിയ തേങ്ങയെടുത്തു. നാളികേരം തരിതരിയെ ചുരുട്ടി. അമ്മേ, ഞാൻ ഉള്ളി പൊളിച്ച് തരട്ടെ? കല്ലു എഴുന്നേറ്റ് അവരുടെ അടുത്തേക്ക് വന്നു. വേണ്ട, കഴിഞ്ഞ ദിവസം അതിൻ്റെ വാസന അടിച്ചപ്പോൾ നീ ഛർദ്ദിച്ചില്ലേ മോളെ? കുഴപ്പമില്ലമ്മേ, നോക്കട്ടെ. കല്ലു, ഒന്ന് തല പൊങ്ങിയതല്ലേയുള്ളൂ, നീ ഉമ്മർത്തെങ്ങാനും പോയിരിക്കെ. അവർ ശാസിച്ചപ്പോൾ കല്ലു ഒന്നും മിണ്ടാതെ അവിടെ കിടന്ന സ്റ്റൂളിലിരുന്നു. ശോഭ ഉണ്ടാക്കിക്കൊടുത്ത ഉള്ളിത്തിയിൽ കൂട്ടി ഉച്ചയ്ക്ക് അവൾ വയർ നിറയെ കഴിച്ചു. ഇഷ്ടായോ കല്ലു? കൈ കഴുകി വന്നപ്പോൾ വാത്സല്യത്തോടെ ശോഭ അവളോട് ചോദിച്ചു. പെട്ടെന്ന് അവൾ അവരെ കെട്ടിപ്പുണർന്നു. അവിടെ കവളിൽ ഒരു ഉമ്മ കൊടുത്തു. ഓർക്കപ്പുറത്തായതുകൊണ്ട് അവർ അന്താളിച്ചു പോയി. ഇതെന്താ കുട്ടി? ഒന്നുമില്ല. അവൾ അവരെ കണ്ണിറക്കി കാണിച്ചു. 4 മണിയാകാറായി. പോയവർ തിരിച്ചെത്തിയപ്പോൾ അച്ഛനും അമ്മയും കല്ലുമൊക്കെ ഇരുന്ന് മാലയും വളകളുമൊക്കെ കാണുവാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ കമ്മലാണ് കേട്ടോ. കല്ലുവാണെങ്കിൽ ചിമ്മിക്കി എടുത്ത് പിടിച്ച് ശ്രീകുട്ടിയെ കാണിച്ചു. അതെ, എനിക്കിഷ്ടമായി. ഇത് എത്ര പവനാടി? 3/4 അടുത്ത് വരും അമ്മേ. നല്ലതാ അല്ലേ? അവർ ഭർത്താവിന് നേർക്ക് നീട്ടി. ആ, കൊള്ളാം. അയാളും അത് ശരിവെച്ചു. എല്ലാം കണ്ടു കഴിഞ്ഞ് ശോഭ അതെല്ലാം എടുത്ത് ഭദ്രമാക്കി അലമാരിയിൽ കൊണ്ടുപോയി വെച്ചു. അമ്മേ, എന്താടാ? വരുന്നവരെയും പോകുന്നവരെയും ഒക്കെ കാണിക്കാൻ നിൽക്കണ്ട കേട്ടോ. പൊന്നിന് തീ പിടിച്ച വിലയാണ്. ഞാൻ അതിനെ ആരെ കാണിക്കാനാണ് കണ്ണാ? അല്ല, പറഞ്ഞതേ ഉള്ളൂ. അവൻ അല്പം ഉച്ചത്തിൽ അവരോട് പറഞ്ഞിട്ട് കുളിക്കാനായി പോയി. സന്ധ്യയായപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് നാമമൊക്കെ ചൊല്ലി. രാജിയൊന്നും പോയില്ല. സുമേഷിനോട് 2 ദിവസം കഴിഞ്ഞു വന്നാൽ മതി, ശ്രീകുട്ടിക്കൊപ്പം സാരി മേടിക്കാൻ പോകണമെന്ന് പറഞ്ഞു. രാജിയുടെ കുഞ്ഞിൻ്റെ കരച്ചിലും ബഹളമൊക്കെയായി ആകെ ബഹളമയമായിരുന്നു അന്ന്. കണ്ണന് പോയി ഒരു കോഴി മേടിച്ചു കൊണ്ടുവന്നു. പച്ചക്കപ്പയും വേവിച്ചു. എല്ലാവരും കൂടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു.